പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ഇതിനു മുന്നോടിയായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തു കൃഷ്ണനെ ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ചോദ്യം ചെയ്യുന്നത്. 31,000 പേർക്ക് സ്കൂട്ടർ നൽകാനുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 230 കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിൽ അനന്തുകൃഷ്ണനുള്ളത്. ലഭിച്ച പണത്തിൽ 60 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളുടെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും പരിപാടിയുടെ പ്രചാരണങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അനന്തുകൃഷ്ണനുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ സംശയങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് വീണ്ടും ഇയാളെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അനന്തുകൃഷ്ണനെ ഒരുമിച്ചിരുത്തിയാണ് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നത്. 2 വർഷത്തിനിടെ 10,000-ൽ പരം ഇടപാടുകൾ വിവിധ അക്കൗണ്ടുകളിലൂടെ ഇയാൾ നടത്തിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വീഡ് സൊസൈറ്റി ഭാരവാഹികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഇവരുടെ ബാങ്ക് ഇടപാട് രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അനന്തുകൃഷ്ണന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇതിനുള്ള റിപ്പോർട്ട് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ക്രൈംബ്രാഞ്ച് നൽകി. ന്യൂസ് 18 കൊച്ചി.